അസ്ട്രോളജി എന്ന ശാസ്ത്രം പലതിലേക്കുമുള്ള ഒരു ചൂണ്ടുപലകയാണ്. രത്നങ്ങൾ നമുക്ക് പലതിനുമുള്ള ഒരു പരിഹാരവും കൂടിയാണ്. രത്നങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും അറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. നമ്മൾ രത്നശാസ്ത്രയിൽ രത്നങ്ങളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളെ ബാധിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ അതിനുവേണ്ടി പല രീതിയിൽ നമ്മളെങ്ങനെ ഒരാൾക്ക് ഒന്ന് മുൻകരുതലെടുക്കാം, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പല ഹൗസസിൻ്റെ പ്രത്യേകതകൾ, ആ ഒരു ഹൗസും അതിലുള്ള ഗ്രഹങ്ങളുടെ കാലഘട്ടമൊക്കെ നമ്മളെങ്ങനെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പലർക്കും ഉള്ള സംശയത്തിനുള്ളൊരു മറുപടിയാണ്. അതായത് രത്നം ഞാൻ ഉപയോഗിച്ചു, പക്ഷേ അനുഭവം കിട്ടിയത് മറ്റൊരാൾക്ക്. ഞാൻ രത്നം ഇട്ടു, പക്ഷേ ആൾക്ക് അതിനുശേഷം നല്ല കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പറയുന്നത് നമ്മൾ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലായിരുന്നു നമ്മുടെ കഴിഞ്ഞുപോയ ഒരു എപ്പിസോഡ്. നമ്മൾ 7th അതുപോലെ 8th ആ 2 ഹൗസിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ അതിനുശേഷം നമ്മൾ അതിലും കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു. ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ദശാകാലങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാനെപ്പോഴും പറയും, ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ വിവിധ അധ്യാപകർ, വിവിധ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകർ ഉണ്ട്, കയറി വന്ന് ക്ലാസ് എടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു കാലഘട്ടം നമുക്ക് വ്യാഴത്തിൻ്റെ കാലഘട്ടമാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതുമാണ്. വ്യാഴത്തിന് എന്തെല്ലാം ആ ഒരു ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ വ്യാഴത്തിന് എന്തെല്ലാം ഗുണമേന്മകളുണ്ട്, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നമുക്ക് എത്തിച്ചേരണം. സബ്ജക്റ്റ് ടു ദ പ്ലേസ്മെൻറ്റ് ഓഫ് ജൂപ്പിറ്റർ ഇൻ ഹിസ് ചാർട്ട്. മനസ്സിലായില്ലേ? ആ ചാർട്ടിൽ ഈ വ്യാഴം നിൽക്കുന്നത് നല്ലതാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആ പീരീഡിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. കൂടുതലായിട്ട് കിട്ടും. ഇത് കഴിഞ്ഞ് വ്യാഴദശ കഴിഞ്ഞ് ശനിയുടെ പീരീഡിലോട്ട് കയറി കഴിഞ്ഞാൽ ശനിയായിരിക്കും ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പുള്ളിയായിരിക്കും. പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. അപ്പോൾ ആ ഏത് പർട്ടിക്കുലർ പ്ലാനറ്റാണോ ആ വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ചില കാലഘട്ടം സാറേ 2 വർഷം മുമ്പ് വരെ നല്ലവണ്ണം ഞാൻ ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി, എല്ലാം വന്നതിന് ശേഷം ഡൗണായിപ്പോയി. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അതിനുള്ള നല്ല കാലഘട്ടമായിരുന്നു. ഇപ്പോൾ വേറെ ആളുകൾ വന്ന് ക്ലാസ് എടുക്കുന്നത് ബാധ്യതകളും വിഷമതകളും ട്രാൻസ്ഫറും ഒക്കെ തരുന്ന ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാന്ന് വേണേൽ പറയാം. നമ്മളെ മനസ്സിലാക്കാൻ പോലെ ഒരേപോലെ ഒരാൾ പോയാൽ അവനൊരു അഹങ്കാരിയായിട്ട് മാറുന്നതാണ് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺസ് കൊണ്ട് നമ്മൾ പലതും പഠിക്കും. അതായത് ജീവിതത്തിലെ പാഠം എന്നും സൗഭാഗ്യങ്ങൾ മാത്രമായിരിക്കില്ല. നമ്മൾ കാണുന്ന എല്ലാ ആഴ്ചകളിലൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ വിചാരിക്കും എന്നും ഇത് തന്നെയാണ്. അല്ല, അത് അവരുടെ ഉള്ളിലേക്ക് കടന്നാൽ മനസ്സിലാകും അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അവർക്കേ അറിയാവുള്ളൂ. നമ്മൾ കാണുന്ന ഒരു കാഴ്ചയിൽ ചിലപ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് അപ്പ് ആൻഡ് ഡൗൺസോട് കൂടിയാണ് ഒരു കയറ്റവും ഒരു ഇറക്കവും. അത് മനുഷ്യ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പോൾ ഈ 6th ഹൗസിലേക്ക് വരുമ്പം ആ കാലഘട്ടം നമുക്ക് രോഗങ്ങളും ബാധ്യതകളും വിഷമതകളും എനിമീസും എല്ലാം കൂടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ ആ കാലഘട്ടം വരുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക, എനിക്ക് വരാൻ പോകുന്നത് പീരീഡ് ഇപ്പോൾ സൂര്യ ദശാകാലമാണെന്ന് വിചാരിക്കുക. സൂര്യൻ 6th ഹൗസിൽ നിൽക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ദശാകാലം നമുക്ക് അത്ര ഫേവറബിളായിട്ട് വരണമെന്നില്ല. ഇപ്പം നമുക്ക് ഇടവ ലഗ്നം എടുത്താൽ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം 6th ഹൗസ്. തുലാമാണ് 6th ഹൗസ് ഇടവ ലഗ്നത്തിൻ്റെ. അവിടെ സൂര്യൻ നിൽക്കുന്ന, സൂര്യൻ ഡെബിലിറ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. തുലാം രാശിയിൽ
സൂര്യൻ നിന്നുകൊണ്ട് മാത്രം ഡെബിലിറ്റേഷൻ വരത്തില്ല. ഒരു കറക്റ്റ് ഡിഗ്രിയിലാണ് ഡെബിലിറ്റേറ്റഡ് ആവും. ആണെങ്കിൽ ആ കാലഘട്ടവും വന്നു, സൂര്യദശയും വന്നു. അപ്പം ആ കാലഘട്ടത്തിൽ സൂര്യനുമായിട്ട് കണക്റ്റഡായിട്ട് എന്തെല്ലാം അസുഖങ്ങളാണുള്ളത്? സൂര്യൻ കാഴ്ചയാണ്, പ്രകാശമാണ്. അപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ്, അല്ല കണ്ണിനുള്ള ഓപ്പറേഷന്, മനസ്സിലല്ലേ, കണ്ണിന് വൈറസ്, മറ്റേത് മറിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ബ്ലഡ് പ്രഷർ ഉണ്ടാകാം. അനീമിക്കായിട്ട് മാറും. അതായത് നമുക്ക് ഒരു ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ വരാം. നമ്മൾ വളരെ വെളുത്ത് നിൽക്കുന്ന ചിലരെ കണ്ടിട്ടില്ല, കണ്ണിനകത്തൊട്ടും ഒരു ചുവപ്പില്ല, വെളുത്തിരിക്കുന്നു. വളരെ വെളുത്തിരിക്കുകയാണല്ലോ നമ്മൾ പറയുകയല്ലേ, ചോദിക്കും. അപ്പോൾ ഇതാ സൂര്യൻ നമുക്ക് റെഡ് എനർജി വരുന്ന പ്ലാനറ്റ്. അത് രോഗസ്ഥാനത്ത് വന്നപ്പോൾ അതാ വരുന്നത്. നമുക്ക് പവർ, കാഴ്ചയെ ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഉഷ്ണ സംബന്ധമായ അസുഖങ്ങൾ, ചൂട്, സൂര്യൻ ചൂടാണല്ലോ, അസുഖങ്ങൾ. അത് സൂര്യൻ ആ രോഗസ്ഥാനത്ത് ഇരിക്കുന്നു. അതിൻ്റെ കാലഘട്ടം വന്നു, ദിശാകാലം വരുമ്പോഴായിരിക്കും ഈ ഞുണൽ പോലെ പൊട്ടുക, ഇങ്ങനെ പരുക്കൾ വരിക. മനസ്സിലായല്ലേ? ഇതിനുള്ളതെല്ലാം ഈ കാലഘട്ടത്തിൽ കയറി വരും. അപ്പം ഇതിനു മുന്നേ അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ സൂര്യൻ. ആ ഗ്രഹനിലയിൽ ജനിച്ചപ്പോൾ മുതലുണ്ട്. പക്ഷെ കൂടുതലായിട്ട് വന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതാത് ദിശാകാലങ്ങളിൽ നടക്കുന്ന ഗ്രഹങ്ങളിൽ നമ്മളെ നന്നായിട്ട് സ്വാധീനിക്കും. അത് നന്നായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ഗുണം ഉണ്ടാവും. ഇതുപോലെ രോഗസ്ഥാനത്തോ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു അനുഭവങ്ങളായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത്. ഭാഗ്യസ്ഥാനത്ത് ആ സൂര്യൻ നിൽക്കുന്നത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും റെക്കഗ്നീഷനും ഉയർച്ചയും ഉന്നതിയും ഫാദറിൽ നിന്നുള്ള സപ്പോർട്ടുകൾ എല്ലാ കാര്യത്തിനകത്തും നമുക്ക് ഇണക്കമായിരിക്കും. ഗവൺമെൻറ് സപ്പോർട്ടുകൾ, ഇതെല്ലാം ഗവൺമെൻറ് റിലേഷൻസ് എല്ലാം ഈ സൂര്യനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കാലഘട്ടങ്ങൾ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അസുഖങ്ങളും രോഗങ്ങളും വരുന്നത്. ഇനി നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നു, സൂര്യ ശനി ബന്ധം വന്നെന്ന് വിചാരിക്കട്ടെ, റോങ് കൺജക്ഷൻ. 6th ഹൗസിൽ സൂര്യ ശനി ബന്ധം വന്നാൽ ഡെഫിനറ്റ്ലി അത് നമ്മളെ കോടതിയിൽ എത്തിക്കും, കോർട്ട് കേസിലേക്ക്. രണ്ടും ഇതൊരു ഓപ്പോസിറ്റ് പ്ലാൻസ് ആയതുകൊണ്ട് നമുക്ക് കോടതി വക്കിലെങ്കിൽ എത്തണം. അവിടം വരെ എത്തി ചിലപ്പം ഒഴിഞ്ഞു പോകുമായിരിക്കും. ബാക്കി പ്ലാനറ്റ്സ് എല്ലാം നല്ല ഫേവറബിൾ ആണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ 6th ഹൗസിൽ നിൽക്കുന്ന സൂര്യൻ ഇങ്ങനെ ഇത്രമാത്രം റോങ് എഫക്റ്റ് തരുന്നു, നീചത്തിൽ നിൽക്കുന്നു. മനസ്സിലല്ലേ? അതിൻ്റെ സ്റ്റോൺ ഉപയോഗിക്കാവോ? പാടില്ല, ഒരിക്കലും പറ്റില്ല, ഒരിക്കലും കൊള്ളില്ല. സൂര്യദശയാണെന്നുകൊണ്ടും സൂര്യൻ്റെ കല്ല് ഒരിക്കലും വാങ്ങി ധരിക്കുകയോ ചെയ്യരുത്. സൂര്യൻ തന്നെ നമുക്ക് അനുകൂലമല്ലാത്ത അതൊരു ബർത്ത് ലോക്കെന്ന് പറയും. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഷോർട്ട് കട്ടുകളില്ല, അതിനൊരു പരിഹാരം ഇല്ല അവിടെ. നമ്മളതൊന്ന് അനുഭവിച്ച് തന്നെ മുമ്പോട്ട് പോകണം. പിന്നെ 6th ഹൗസിലെ സൂര്യൻ പിതാവായതുകൊണ്ട് ഫാദർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫാദറിനും ഗുണമല്ല ആ ഒരു കാലഘട്ടം അല്ലേ? എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. നമ്മൾ 6th ഹൗസ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ പറഞ്ഞു. ഒന്നാമതേ അതൊരു രോഗങ്ങൾ, കടബാധ്യതകൾ, ശത്രുക്കളൊക്കെ അതാണ് ആ 6th ഹൗസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റോങ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഓരോ ഗ്രഹങ്ങൾ വരുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞത്. സൂര്യൻ ഈ 6th ഹൗസിൽ നിൽക്കുമ്പം അത് എങ്ങനെയാണ് നമ്മുടെ ഒരു ആരോഗ്യത്തെ, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം ചൂടിൻ്റെ ആ ഒരു ഇഷ്യൂസ്, ഇപ്പം പ്രത്യേകിച്ച് അതിൻ്റെ ദശാകാലങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഐസ്, കാഴ്ച, അതിനെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞ് വന്ന കാര്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ സൂര്യൻ ചിലപ്പം പിതാവായതുകൊണ്ട് ചിലപ്പം ഈ വ്യക്തിയുടെ അച്ഛനെ, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ കാലഘട്ടത്തിൽ ഡെഫിനറ്റായിട്ടും ഫാദർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ വിഷമതകൾ ഉണ്ടാവും. ചിലപ്പോൾ രോഗരൂപത്തിലായിരിക്കും. അച്ഛനാരോ വലിയ ഏജ് ഇല്ലാത്ത ആളാണെങ്കിൽ മറ്റു തരത്തിലുള്ള തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ കച്ചവടപരമായിട്ടോ ഒക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകാം. അച്ഛന് കേസുകൾ വരാം. ഇവിടെയും അനുഭവം ചിലപ്പം ഈ പറയുന്ന മൂന്നാമത് അടുത്ത ഒരാളിലേക്ക് മാറും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കുക. സൂര്യൻ വളരെ, അതുപോലെ സൂര്യൻ 10th ഹൗസിൽ നിൽക്കുന്നതും ചില പ്രത്യേക പ്ലേസ്മെൻ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ സൂര്യ ശനിയൊക്കെ ആയിട്ട് 10th ഹൗസിൽ നമ്മൾ പിതൃകർമ്മം ചെയ്യാനായിട്ട് ഇരിക്കപ്പെടും. 10th ഹൗസ് എന്ന് പറഞ്ഞാൽ കർമ്മമാണല്ലോ, ഒരാളുടെ കർമ്മമേഖലയാണ്. അതിൽ സൂര്യൻ്റെ കാലഘട്ടം വന്നാൽ കർമ്മം ചെയ്യിക്കും ചിലപ്പോൾ. അത് ഓരോ ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ച് ചിലപ്പോൾ അച്ഛൻ്റെ വിയോഗമൊക്കെ ആ ഒരു സമയത്ത് സുഖമില്ലാതെ കിടപ്പാകുക. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നു, ഇങ്ങനെയുള്ള ആ പൊസിഷൻസിൽ നമ്മൾ രത്നധാരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് ആണ്. ആ സൂര്യൻ്റെ രത്നം, സൂര്യൻ്റെ ദശാകാലം, സൂര്യൻ്റെ രത്നം എന്ന് പറഞ്ഞൊക്കെ ഒരു മാണിക്യം അല്ലെങ്കിൽ റൂബിയൊക്കെ വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇത് ഇടുന്ന ആളെയും വളരെ റോങ് ആയിട്ട് എഫക്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ശാസ്ത്രത്തിനകത്തെന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ അച്ഛന്, അമ്മ, സഹോദരങ്ങൾ, ഇതിനെല്ലാവരുടെയും കാര്യങ്ങളും ഡീറ്റെയിലും എടുക്കുമല്ലോ. വളരെ പ്രഗത്ഭരായിട്ടുള്ള അസ്ട്രോളജേഴ്സ് അവർ സകല ഡീറ്റെയിൽസും എടുക്കും. അത് ഈ ദേവപ്രശ്നം, രാശി പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. ദേവപ്രശ്നങ്ങളിലും അഷ്ടമംഗല്യ പ്രശ്നങ്ങളിലും ഒക്കെ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എത്രമാത്രം മഹത്തായ ഒരു ശാസ്ത്രം നമ്മൾ കൂടുതലായിട്ട് പഠിക്കാത്തതിൻ്റെയും അല്ല നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു മൈനസ് പോയിൻറ്റ്സാണ് ഇത് കൂടുതലായിട്ട് ഇപ്പം നിഴലിച്ച് നിൽക്കുന്നത്. അതാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനും ഇതിനെക്കുറിച്ച് അറിവുള്ള ആളല്ല, നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വരാം. എന്നാലും വളരെ നോക്കിയും കണ്ടും സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കുകയുള്ളൂ. വിടുക എന്നും നമ്മൾ പറയില്ല. അതെല്ലാം നമുക്കൊരു കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ഇത്രയും ഭയങ്കര ഡെപ്തുള്ള സബ്ജക്റ്റാണ്. ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തവരാണ് ഇതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ശാസ്ത്രികൾക്ക് ഇത് ഭയങ്കര ഒരു ശാസ്ത്രം തന്നെയാണ്, ഭയങ്കര ഗൈഡ് ലൈനാണ്. അത് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗനിർദ്ദേശം, ഒരു ചൂണ്ടുപലകയായിട്ട് തുടങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് പണി ഇതിന് പറ്റിയ സമയമാണെന്ന് കൃത്യമായിട്ട് നല്ലൊരു അസ്ട്രോളജി, ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല അസ്ട്രോളജിസ്റ്റ് ഉണ്ട്. കണ്ടാൽ പറയും വേണ്ട, ഇപ്പോൾ വേണ്ട, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ചെയ്താൽ ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടും, ബാധ്യതകളിലേക്ക് മാറും. ഇതിനു വേണ്ടി തന്നെയാണ് ഈ ശാസ്ത്രം വെച്ചിരിക്കുന്നത്. പണ്ടുപോലെ ഗുരുകുലത്തിലൊക്കെ ഇതൊരു സബ്ജക്റ്റായിട്ട് വെച്ചിരുന്നതും ഇതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഇത് നമുക്ക് തന്നെ പഠിച്ച് നമുക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാം. നമുക്കൊരാളെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു രത്നശാസ്ത്രയുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണല്ലേ. നമ്മൾ ഇതിനകത്ത് ഇപ്പം രത്നം ഉപയോഗിക്കുമ്പോൾ അതിനുള്ള ടിപ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാറുണ്ട്. കാരണം ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യുന്നതും പഠിക്കുന്നവരുമുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് ഇതിനകത്ത് ഒരുപാട് പേര്. പലരും എന്നോട് പലതാണ് സാറേ എൻ്റെ ഒരു ചാർട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഇപ്പോഴും റീസെൻ്റ്ലി വന്ന് കിടപ്പുണ്ട്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മളത് കുറേയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. കാരണം സമയത്തിൻ്റെ ഒരു പരിമിതി, സബ്ജക്റ്റുകൾ ഇങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പല പ്രേക്ഷകരും പറയും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഇതൊക്കെയാണ്, അപ്പോൾ ഇതിനെ ഒന്ന് നിങ്ങൾ പ്രോഗ്രാമിൽ ഒന്ന് കൊണ്ടുവരണമെന്ന് പറയാം. ഇത് വളരെ സത്യമായിട്ടുള്ളൊരു സബ്ജക്റ്റുമാണ്. രത്നങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വർക്കൗട്ട് അതാണത്. ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വന്നിരിക്കും. അത് മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞ ഒരു റോങ് മെഡിസിൻ നമ്മളെടുത്ത് വിശ്വാസം, എനിക്ക് ഈ മരുന്നിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലെന്നും പറഞ്ഞ് ഒരു 10 ടാബ്ലറ്റ് ഏതെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചാൽ ചിലപ്പം വിവരം അറിയും എന്ന് പറഞ്ഞ പോലെ. കാരണം അതിനകത്തെല്ലാം എൻ്റെ കണ്ടൻസ് ഉണ്ട് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ രത്നങ്ങൾക്കെല്ലാം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതെല്ലാവർക്കും എല്ലാ രത്നങ്ങളും സ്യൂട്ടബിൾ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരേ വീട്ടിൽ തന്നെ ഉള്ള 5 പേർക്കും 5 ടൈപ്പ് രത്നങ്ങളായിരിക്കും. അപ്പം പിന്നെ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളല്ലേ ഒന്നുപോലെ പോരെ? ഒരേ ക്യാരക്ടറാണോ? അല്ല. ഒരാളായിരിക്കും ചിലപ്പോൾ കുടുംബം മുഴുവൻ നോക്കുന്നത് ഇല്ലേ?
ഒരാളായിരിക്കും ചിലപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്നത്, അയാൾക്ക് വലിയ സാമ്പത്തികം ഇല്ലെങ്കിലും കുടുംബം നോക്കുന്ന അയാളായിരിക്കും. മറ്റു 3 പിള്ളേർ US-ലോ കാനഡയിലോ ആയിരിക്കും. വ്യത്യാസങ്ങളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ട്വിൻസ് എന്ത് വ്യത്യാസമുണ്ട്? നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു ടിൻ ബ്രദർ കാണും, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് അത്ര പോരായിരിക്കും. ആ ഒരു വ്യത്യാസങ്ങൾ, ഒരാൾക്ക് ഹെൽത്തി ആയിരിക്കും, ഒരാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാണും. നമ്മുടെ ബയോമെട്രിക്സ് എല്ലാം ഡിഫറെൻ്റ് അല്ലേ? ഇന്നിപ്പോൾ എവിടെ നമ്മൾ ട്രാവൽ ചെയ്താലും അല്ലെങ്കിൽ എന്ത് പാസ്പോർട്ടോ എന്ത് കാര്യങ്ങളും ഇപ്പോൾ പുറത്തൊക്കെ നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ മുഴുവൻ എമിറേറ്റ്സ് ഐഡിയും എല്ലാത്തിനും നമ്മൾ ഫിംഗർ പ്രിൻ്റ് അല്ലേ, ബയോമെട്രിക്സ് അല്ലേ ഫൈനൽ ആയിട്ടുള്ളൊരു സംഭവം. അത് ഒന്നായിട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിയിലില്ല. ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ജനിച്ചതാണെങ്കിലും ട്വിൻസ് ആണെങ്കിലും ഒന്നും അവരുടെ ബയോമെട്രിക്സ് ഒരിക്കലും സിമിലർ അല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ 6th ഹൗസിൻ്റെ ഒരു കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അതിൽ സൂര്യൻ നിന്നാലുള്ളൊരു ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കൺജക്ഷൻസ് ഒക്കെ വന്നാലും നമുക്ക് 6th ഹൗസിൽ സൂര്യനും ശനിയും കൂടെ നിന്നാലാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ, കോർട്ട് കേസ് കാര്യങ്ങൾ. ഇനി സൂര്യനും ചൊവ്വൻ ചന്ദ്രനോടാണ് നിന്നെങ്കിലോ ആൾക്ക് ഹെൽത്തിൽ ബാധിക്കുന്നു. ഒരേപോലെ നിൽക്കുന്ന അമാവാസ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം ഹെൽത്ത് ബാധിക്കും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇനി ഇപ്പം സൂര്യൻ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഒരു പ്ലാനറ്റ് നിന്ന് കഴിഞ്ഞാൽ 6th ഹൗസിലാണെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കണം. നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ 6th ഹൗസിൽ നിൽക്കുന്ന സൂര്യൻ്റെ പ്രത്യേകതകൾ, അതിന് നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പം സൂര്യൻ്റെ രത്നം റൂബി, മാണിക്യം. അത് കൊറണ്ടം ഗ്രൂപ്പിൽ പെടുന്ന രത്നമാണ്. നമ്മുടെ ഡയമണ്ടിന് തൊട്ട് താഴെ ഹാർഡ്നെസ് ഉള്ള കല്ലാണ്. ഹാർഡ്നെസ് നന്നായിട്ട് ഉള്ള ഡയമണ്ടിന് ഏറ്റവും വലിയ ഹാർഡ്നെസ് 10, റൂബി 9 റൂബി തന്നെ പലതുണ്ട്. പിങ്ക് സഫയർ ഉണ്ട്, നല്ല റെഡ് റൂബിയുണ്ട്, റെഡ് കളറുള്ളതുണ്ട്. പല സ്ഥലത്തു നിന്നും പലതരത്തിലുള്ള മീനിങ് വരുന്ന അനുസരിച്ചിട്ടുള്ളു. പിന്നെ ശ്രീലങ്കയിൽ നിന്ന് കിട്ടുന്നത് പത്മരാഗം പോലുള്ള കുറച്ചുകൂടെ പിങ്കിഷ് ആയിട്ടുള്ള റൂബികൾ. റൂബി ഡെഫിനറ്റ് റൂബി മാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് റൂബി ഇട്ടാൽ ഒരുപാട് ഗുണം. കാരണം സൂര്യൻ എൻഹാൻസ്ഡ് ആവുകയല്ലേ ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാവോ ഇല്ല എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ റൂബി ഇട്ടാൽ വളരെ വ്യത്യാസം വരും. ഭയങ്കര റെക്കഗ്നീഷൻ കിട്ടും, എവിടെ പോയാലും ഒരു അംഗീകാരം. അയാളുടെ ഫീൽഡിൽ അയാൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. അറ്റ്ലീസ്റ്റ് നാട്ടിലാരെങ്കിലും 10 പേരറിയും. ആ ഒരു എക്സ്പോഷർ തരുന്ന ഒരു രത്നം കൂടിയാണല്ലോ. അതുപോലെ സൂര്യനും ചൊവ്വയും ഒക്കെ വളരെ ഇതായിട്ട് നിന്നാൽ ആ നാട്ടിൽ നിന്ന് മാത്രമല്ല ആ സ്റ്റേറ്റിൽ തന്നെ അറിയപ്പെടുന്ന ആളായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് പോകുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഏതെല്ലാം പ്ലാനറ്റ് സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ സൂര്യൻ വീണ്ടും ആ ടോപ്പ് ലെവലിലേക്ക് വരുക. എനിക്ക് തോന്നുന്നു ഈ ഹാർഡ്നെസ് കൂടിയ രത്നമാണെന്ന് പറഞ്ഞു മാണിക്യം. നമ്മൾ റെഡ് കോറൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയും ഇതിൻ്റെ ക്യാരറ്റേജിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ആ ഒരു ഇഷ്യൂ ഇതിനുണ്ട്. കാരണം ഇത് ബോഡി ഹീറ്റുമായിട്ടും ബന്ധമാണ്. ഒരുപാട് ക്യാരറ്റേജ് ഒരാൾ ധരിച്ചാൽ ചിലപ്പം ബോഡി ഹീറ്റ് കൂടും. അങ്ങനെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ കുരുക്കൾ, പിമ്പിൾസ് ഇതെല്ലാം കയറി വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതേസമയം ബോഡി ഒട്ടും തണുപ്പ് ശരീരം ഒരു തരിവ് എത്ര ചൂടാണെങ്കിലും AC-യോ ഫാനടിയിലോ ഇരിക്കാൻ പറ്റില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ബോഡിയിൽ തണുപ്പാണ് കൂടുതൽ. ഇപ്പോൾ അവർക്ക് ചൂടാണ് വേണ്ടത്. രാത്രി കിടന്നാൽ സോക്സ് ഇടണം, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഇട്ട് പൊതിക്കണം. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉള്ളവർക്ക് നമുക്ക് അവരുടെ പ്ലാനറ്ററി പൊസിഷൻ കറക്റ്റ് നോക്കിയതിന് ശേഷം റൂബി കൊടുക്കാം. മാച്ചിങ് ആണെങ്കിൽ ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ താപനില കൺട്രോൾ ചെയ്യത്. രത്നങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന എക്സ്പോഷർ അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തി അങ്ങനെയല്ല നമ്മൾ, പക്ഷെ ആരോഗ്യപരമായിട്ടും നമുക്കുള്ള പല ബെനിഫിറ്റ്സുകളും സംഗതികളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്റ്റോൺ എന്ന് പറയുന്നത്
മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് വിചാരിച്ചു. ഒരു പർട്ടിക്കുലർ പർപ്പസിന് സ്റ്റോണില്ലെന്ന് ഞാൻ എപ്പോഴും പറയും. ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു കാര്യത്തിന് സ്റ്റോണില്ല. അതായത് അത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരു എക്സാം വരുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടാനായിട്ട്, വിവാഹം നടക്കാനായിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ഒരു കാര്യങ്ങൾ സാധിക്കാനായിട്ട് അതിനൊരു കല്ലിട്ടാലോ, അല്ലെങ്കിൽ ചില കാലഘട്ടത്തിന് മാത്രം കല്ലിട്ടാൽ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പർട്ടിക്കുലർ തെറ്റായിട്ടുള്ള ഉദാഹരണം. എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക, ബോഡിയിൽ ഏത് പാർട്ടിന് വേണ്ടിയിട്ടാണ്? നമ്മൾ ഇന്ന പാർട്ടിനല്ല, ഫുള്ള് ബോഡി, നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്ത് ആണ് നമ്മൾ അവിടെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടി വൈറ്റമിനാണ് ജം സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇത് പലതരം നമുക്ക് അറിയാതെ ഇനിയും അറിവില്ലാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഇതിനകത്ത് ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇപ്പം നമ്മൾ റൂബി ഹാർഡ്നെസ് കൂടുതലാണ്, ഈ പറയുന്ന ബോഡി ഹീറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പം വരാൻ സാധ്യതയുള്ളത് അധികം ക്യാരറ്റേജിലൊക്കെ യൂസ് ചെയ്താൽ. ഇപ്പം കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് അനുയോജ്യമാണ്, കോമൺ ആയിട്ടൊരു ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടേജ് എങ്ങനെയായിരിക്കും? നമുക്കൊരു കോമൺ 3+5 വരെ 5+ നമുക്ക് കൊടുക്കാം. പക്ഷെ അന്നേരം അത് നോക്കണം, ഇത് നോക്കിയതിന് ശേഷം പല ഫാക്ടേഴ്സിനെ നമ്മളൊന്ന്, ബോഡി വെയിറ്റ്, ഈ പറയുന്ന തണുപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കാം അല്ലേ? അത് തന്നെ ഒരുപാട് ബോഡി ഹീറ്റ് ഉള്ളവർക്ക് റൂബി ചേരുമെങ്കിലും അപ്പം ഞാൻ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് കല്ല് ഗാർണറ്റാണ് കൊടുക്കാറ്. ഇതിൻ്റെ പകരം ഈ ഗാർണറ്റ് ബോഡി ഹീറ്റ് പ്രശ്നമില്ല, ബോഡി ഹീറ്റ് വലിയതായിട്ട് പ്രശ്നം വരത്തില്ല. നമ്മൾ വലിയൊരു കട്ടത്തൈര് മോരാക്കി കുടിക്കുന്ന പോലെ ഇപ്പം തൈര് രാത്രി കഴിക്കരുതെന്ന് പറയുക. എന്നാൽ ചില വൈദ്യന്മാർ നിങ്ങൾ മോരാക്കി കുടിച്ചോളെന്ന് പറയും. അപ്പോൾ രണ്ടും ഒരു സംഭവം തന്നെയാണ്, പശുവിൻ്റെ തന്നെയാണ് ഇതെല്ലാം. ഒന്ന് ഡൈല്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ആണ് സെമി പ്രീഷ്യസ് സ്റ്റോൺസ് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ അല്പമൂല്യ രത്നങ്ങൾ, സെമി പ്രീഷ്യസ് സ്റ്റോൺസിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് ഭൂമിയിൽ ഉണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ ഹാർഡ്നെസ് എത്രയാണ് എന്ന് നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വെയിറ്റ് തന്നെ വേണം, നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട്. ഇത്ര ഉണ്ട് ഇത്, അല്ലെങ്കിൽ ഇത് ബോഡി ഹീറ്റ് കൂട്ടും, ഇത്ര കൊടുത്താൽ മതി. അപ്പം റൂബി മാണിക്യം അനുയോജ്യമാണ്. പക്ഷേ ഈ പറയുന്ന ബോഡി ഹീറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആൾക്ക് അതിൻ്റെ ഉപരത്നമായിട്ടുള്ള ഈ പറയുന്ന ഗാർണറ്റിലേക്ക് പോകാൻ പറ്റും. ഇപ്പം ഈ റൂബിയുടെ അത്രയൊരു ബോഡി ഹീറ്റും മറ്റു പ്രശ്നങ്ങളൊന്നും, റൂബി എക്സ്പെൻസീവായിട്ട് തോന്നുന്ന ഒരാൾക്കും ഗാർണറ്റ് ഉപയോഗിക്കാം. എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ, കുട്ടികളുടെ ആ ഒരു പഠന കാലഘട്ടമൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു സെമി പ്രഷ്യസ് സ്റ്റോൺസിലേക്കും പോകാം. അപ്പോൾ ഒരിക്കലും പ്രഷ്യസിന് കൊണ്ട് മാത്രമേ ഗുണമുള്ളൂ എന്നുള്ള ഒരു ധാരണയൊന്നും, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഈ സെമി പ്രഷ്യസും നമുക്ക് ഉപകാരപ്പെടുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. കണ്ടറിഞ്ഞ് ഉപയോഗിച്ച് ഹോസ്പിറ്റലിലോട്ട് കയറിയാൽ എനിക്കൊരു ഇഞ്ചക്ഷൻ കിട്ടിയാലേ ഞാൻ നന്നാവുള്ളൂ അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ചിലതിനൊരു കപ്പ് സിറപ്പ് അല്ലെങ്കിൽ ഒരു സിറപ്പ് മതിയാവും. ഒന്നും ചെയ്യേണ്ട, ഇപ്പോൾ തൽക്കാലം മരുന്നൊന്നും വേണ്ട, ഞാനൊരു വൈറ്റമിൻ എഴുതി തരാം, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അയ്യോ അത് പോരല്ലോ, എനിക്കൊരു ഇഞ്ചക്ഷനാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, അങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഒരിക്കലും പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് വേണ്ടതെന്ന് ആ ഡോക്ടർക്ക് അറിയാം. എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ജംസ് കൈകാര്യം ചെയ്യുന്ന ഒരു ജമ്മോളജിസ്റ്റിന് അയാൾക്ക് ഏതാണ് കൃത്യമായിട്ട് വേണ്ടത്, അതിൻ്റെ കണ്ടൻസ് തന്നെയാണ് കൊടുക്കുന്ന കല്ലിനകത്ത് ഉള്ളത് അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടാവണം. അതിനനുസരിച്ച് ഈ പറയുന്ന അനുയോജ്യമാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലൊക്കെ ധരിക്കുമ്പോഴാണ് നമുക്കത് ഉപകാരപ്രദമായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്കിനി അടുത്തുള്ള എപ്പിസോഡിലേക്ക് പോകണം. ഈ 6th ഹൗസിലെ ഓരോ പ്ലാനറ്റുകളുടെയും ആ ഒരു എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അങ്ങനെയുള്ള വിശേഷങ്ങൾ നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തണം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.